ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അന്നേരം ഇന്ന് നമ്മുടെ ചാനലിൽ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു ബൈക്ക് റിവ്യൂ ട്രാവൽ വ്ളോഗൊന്നുമല്ല. ഇന്ന് നമ്മൾ രാവിലെ ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ഇതേപോലെയാണ് ഈ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് പോക്കറ്റ് പണിയും കാര്യങ്ങളൊക്കെ സ്വിഗ്ഗി വഴി വർക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അന്നേരം സ്വിഗ്ഗിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അതായത് നമ്മൾ സ്വിഗ്ഗിയിൽ എങ്ങനെയാണ് ഓർഡർ ഡെലിവറി ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതായത് സ്വിഗ്ഗിയിൽ കഷ്ടപ്പാടുകൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഡെലിവറി ബോയ്സിൻ്റെ അടുത്ത് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്നതിലും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന രീതിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അന്നേരം നമുക്കെന്തായാലും ഡ്യൂട്ടി ഓൺ ചെയ്യാം. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര സോണിലാണ് കേട്ടോ. കൊട്ടാരക്കരയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഡ്യൂട്ടി ഒന്ന് ഓൺ ചെയ്യാം. ഇവരുടെ ആപ്പ് ഭയങ്കര ഷോവാണ് കേട്ടോ. ഈ ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞ് ഈ ചുമ്മാതിരിക്കുന്ന ആപ്പിനെ ഒന്ന് കുത്തിയിളക്കുക, നശിപ്പിക്കുക, അതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഇവരുടെ ആപ്പ് ഭയങ്കര ഷോവാണ് കേട്ടോ. എന്തായാലും അവിടെ ഈ വൈറ്റ് നിറത്തിൽ കാണുന്നതുണ്ടല്ലോ, ഈ ഒരു മാപ്പിൽ ഈ ഒരു വൈറ്റ് നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ സോണെന്ന് പറയുന്നത്. ഞാൻ ഏകദേശം ഇപ്പോൾ സോണിനുള്ളിലാണുള്ളത് കേട്ടോ. സോണിന് ഉള്ളിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഡ്യൂട്ടി ഏൺ ചെയ്ത് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. എന്തായാലും ഡ്യൂട്ടി ഓൺ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഏണിങ്സ് കാണിക്കുന്നതും ഇത് നമ്മുടെ ലോഗിൻ, ഇത് നമ്മൾ എത്ര ഓർഡർ കവർ ചെയ്തതെന്നും പിന്നെ ഇത് ഇൻസെൻറ്റീവിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കൊട്ടാരക്കരയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടാണ് നമ്മുടെ സർജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. നമുക്ക് കണ്ട കൊട്ടാരക്കര സോൺ 15 രൂപ സർജ്, 8 മണി തൊട്ട് 10 മണി വരെ, പിന്നെ 7 to 9 8 രൂപ സർജ്, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സർജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരുപാട് ഫെസ്റ്റിവൽ സീസണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സർജും കാര്യങ്ങളൊക്കെ സ്വിഗ്ഗി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്രീഡമാണ്. എനിക്കിപ്പം ഈ ഡ്യൂട്ടി ഓഫ് ചെയ്ത് വീട്ടിൽ പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് അന്നേരം ഡ്യൂട്ടി ഓഫ് ചെയ്ത് വീട്ടിൽ പോകാം കേട്ടോ. നമുക്കത് വലിയ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജോബാണ്. ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. എന്തായാലും ഞാൻ കുറച്ചും കൂടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ അടുത്തോട്ട് പോയിട്ട് ഓർഡർ അടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് പോകാം. അപ്പം ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ചാനലിൻ്റെ സപ്പോർട്ട് ഭയങ്കര കുറവാണ് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ സോണിലോട്ട് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ബിഗിനേഴ്സ് ആരെങ്കിലും, അതായത് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ബിഗിനേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. കാരണം പുതുതായിട്ട് വരുന്ന പയ്യന്മാർക്കാർക്കും അങ്ങനെ സ്വിഗ്ഗിയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ CT 100ലാണ്. അപ്പോൾ CT 100 CT 100 പ്ലാറ്റിന അതേപോലെയുള്ള ബൈക്കുകളിലൊക്കെ ഓടുന്നതൊക്കെ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഏണിങ്സ് നമുക്ക് ലാഭം കിട്ടാൻ നമ്മളെ സഹായിക്കും. കാരണം പെട്രോൾ ആണ് ഇവിടെ മെയിനായിട്ടൊരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം പെട്രോളിൻ്റെ പ്രൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോൾ ഭയങ്കര നഷ്ടമാണ്. വേറെ ഏതെങ്കിലും ബൈക്കിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യം സ്പോർട്സ് ബൈക്കുകൾ ഓടുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ കൊട്ടാരക്കര. അപ്പം അവർക്ക് അത്യാവശ്യം ഏണിങ്സ് ലോസ് ഉണ്ടാവും. കാരണം അവർക്ക് പെട്രോളിൻ്റെ ചിലവ് ഭയങ്കര എക്സ്പെൻസ് കൂടുതലായിരിക്കും. അന്നേരം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പം കൊട്ടാരക്കരയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീട്ടിലോട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ഈ സംസം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓർഡർ ഫുഡ് റെഡിയാണ്. ഫുഡ് റെഡിയാണ്. ഇവിടെ വന്ന് റീച്ച് കൊടുക്കുക. ഒരു മന്തി ക്വാർട്ടർ 4415 മന്തി ക്വാർട്ടർ. കോടെന്തോ 2511. ഓക്കെ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ആളാണ്. പയ്യന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണുള്ളത്. അന്നേരം നമുക്ക് പോകേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതാണ് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഗൗരി നന്ദനം, അതാണ് കസ്റ്റമറിൻ്റെ. ഗേളാണെങ്കിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒരാളുടെ പ്രൈവസിയിലെ കാര്യങ്ങളൊന്നും എടുത്ത് വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കിലോമീറ്ററിലൊക്കെ നല്ല രീതിയിൽ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ആകെ 8 കിലോമീറ്ററിൻ്റെ ഓർഡറാണ് അവിടെ നിന്ന് അടിച്ചത്. അതായത് ഞാൻ നിന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ റെസ്റ്റോറൻറ്റിലോട്ട് വരെ ഏകദേശം 1 കിലോമീറ്ററോളം വരണം. അവിടുന്ന് പിന്നെ 7 കിലോമീറ്റർ ഉള്ളൂ. മൊത്തം ടോട്ടൽ 8 കിലോമീറ്റർ അടിച്ചത്. പക്ഷേ ഇവിടെ വന്നു പിന്നെ 7.2 കിലോമീറ്ററൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഈ ലൊക്കേഷൻ നോക്കി പോവാം. ചിലപ്പോൾ ഈ ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇത് തെറ്റായിരിക്കും കേട്ടോ. കൂടുതലും ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷനൊന്നും അല്ല വരുന്നത്. പ്രോപ്പർ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഓർഡർ കൊണ്ട് ഡെലിവറി ആയിട്ട് വരാം. അന്നേരം
ഇതൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഓർഡർ എടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. റെസ്റ്റോറൻറ്റ് മുന്നിൽ ചെന്ന് നിൽക്കുക, അവർ ഒരു മാപ്പ് പിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം നമുക്ക് ഓർഡർ അടിക്കുമ്പോൾ ഒരു ലൊക്കേഷൻ കാണിക്കും. അതായത് റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് അവർ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്വിഗ്ഗിയിൽ നിന്ന് തന്നെ അവർ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ആ ലൊക്കേഷനിൽ ചെന്നാൽ മാത്രമേ നമുക്ക് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫ്രോഡായിട്ട് എന്തെങ്കിലും പരിപാടി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ പെനാൽറ്റി കിട്ടും. കാരണം നമ്മുടെ ഏണിങ്സ് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മുടെ സാലറിയിൽ നിന്ന് പൈസ കട്ടായി പോകും കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഓർഡർ കൊണ്ട് ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് പാടങ്ങളും ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം നെല്ലാണെന്ന് തോന്നുന്നു മൊത്തം നെല്ലൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള ചെയറുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നല്ല ചായക്കടയും കാര്യങ്ങളും അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു വൈകുന്നേരം 4 മണി സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാനാണെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു കിട്ടിലെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഉടയങ്ക എന്ന് പറഞ്ഞ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അതിനായിട്ട് നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വണ്ടി കയറിയിട്ടുണ്ട്. അത് ലോഡ് വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം സ്ലോയിലാണ് പോകുന്നത്. നമുക്ക് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ. വണ്ടിയും നല്ല രീതിയിൽ നല്ല ലോഡും കാര്യങ്ങളും ആ വണ്ടിയിലുണ്ട്. പിന്നെ KSRTC-കാരന്മാരായതുകൊണ്ട് അവർ തമ്മിൽ സൈഡ് കൊടുക്കത്തില്ല, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ടാണ്. വണ്ടി കയറി ചെന്നാൽ പിന്നെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും പാടാം. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 6.5 കിലോമീറ്ററോളം ഉണ്ട് കസ്റ്റമർ ലൊക്കേഷനിലൂടെ കേട്ടോ. പിന്നെ നല്ല വെയിലാണ്, കയ്യൊക്കെ ഇപ്പോഴേ പൊള്ളി തുടങ്ങി. നല്ല രീതിയിൽ വെയിൽ കൊള്ളണം. അതായത് നമ്മൾ ഈ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതുകൊണ്ട് വരും. കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, വണ്ടി ഓടിക്കാൻ മാത്രമേ ഉള്ളെങ്കിൽ പോലും ഈ നല്ല രീതിയിലുള്ള വെയിൽ നമുക്ക് കൊള്ളുന്നതുകൊണ്ട് അതേപോലെ നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് വരും കേട്ടോ. ഒരുപാട് വണ്ടിയും ഒക്കെ പോകുന്ന റോഡായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ എന്തായാലും മുഖത്തും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് വേണം ഇതിൽ വർക്ക് ചെയ്യാൻ. പിന്നെ വേറെ ഒന്നും കൂടുതൽ ഇതിനെക്കുറിച്ച് വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നമ്മൾ നല്ല രീതിയിൽ ഇപ്പം ചൂട് സമയം കൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബാധിക്കും. കാരണം നമ്മൾ 24 hours വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്, വണ്ടി തന്നെ ഇരുന്ന് വെയിൽ കൊണ്ടോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും നല്ല ചൂടുണ്ട് വെയിലിന് ഇപ്പം തന്നെ. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇച്ചിരി ബ്രൈറ്റ്നസ് തന്നെ നല്ല രീതിയിൽ കൂടായിരിക്കും. കാരണം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളുണ്ട് കേട്ടോ. മരത്തിൻ്റെ ഇലകളൊക്കെ അറ്റ്മോസ്ഫിയർ തന്നെ ഏകദേശം മാറി കിടക്കുകയാണ്. ഏകദേശം ഇലകളെല്ലാം പൊഴിഞ്ഞ് നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ തറയിലോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ചൂടായ സമയത്ത് ഇലകളോട് പൊഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ല രീതിക്ക് തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്തായാലും കൂടുതൽ പറഞ്ഞ് വീഡിയോ വലിച്ചു കിട്ടി ടൈം കൊണ്ടുപോകുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നേരെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. അന്നേരം നമുക്ക് നേരെ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ ലൊക്കേഷൻ എത്തി ഓർഡർ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഓർഡർ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി കസ്റ്റമർ ഇതേപോലെ ഗൂഗിൾ പേ ചെയ്ത് തന്നുകൊണ്ടാണ് കേട്ടോ. ആ ക്യാഷ് ഓൺ ഡെലിവറിയുടെ അവിടെ 0 എന്നാണ് കാണിക്കുന്നത്. കസ്റ്റമറിൻ്റെ അവിടെ 0 എന്നാണ് കാണിക്കുന്നത്. കളക്ട് കസ്റ്റമർ ക്യാഷിൻ്റെ അവിടെ 0 എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയൊന്നുമില്ല, നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഓർഡർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് റിട്ടേൺ നമ്മുടെ സോണിലോട്ട് 7 കിലോമീറ്റർ റിട്ടേൺ പോകണം. കസ്റ്റമർ 20 രൂപ ടിപ്പ് ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം ടോട്ടലി 62 രൂപയാണ് ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. അതായത് ഏകദേശം 9.2 കിലോമീറ്ററാണ് കേട്ടോ. 8 കിലോമീറ്ററിൽ 9.2 കിലോമീറ്ററാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, കിലോമീറ്ററിലൊക്കെ ചെറിയ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഏണിങ്സ് 42 രൂപയ്ക്കാണ് നമ്മൾ ഇത്ര ഓടിയത്. നമുക്ക് പെർ കിലോമീറ്ററിന് ഏകദേശം 4 രൂപ വെച്ചിട്ടാണ് കേട്ടോ അത് സ്വിഗ്ഗിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നഷ്ടമാണ്, പക്ഷേ അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. സർജൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഇത് നല്ല ലാഭമുള്ള പരിപാടിയാണ്. അന്നേരം നമുക്ക് എന്തായാലും അടുത്ത ഓർഡർ കളക്ട് ചെയ്യുമ്പം കാണാം കേട്ടോ. അന്നേരം നമുക്ക് നേരെ റിട്ടേൺ സോണിലോട്ട് ട്രാവൽ ചെയ്ത് പോകാം. അന്നേരം നമുക്ക് നേരെ സോണിലോട്ട് പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സോണിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം ഓർഡറുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഓർഡർ കാണും, അല്ലെങ്കിൽ ചിലപ്പം ഡെലിവറി ബോയ്സിൻ്റെ അപര്യാപ്തത കൊണ്ടായിരിക്കാം. എന്തായാലും ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 കിലോമീറ്റർ 20 രൂപ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് വിസിബിളായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ വെയിലായിട്ട് നമുക്ക് ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ BKFC എന്നാണ് കേട്ടോ. BKFC എന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി ഓർഡർ പിക്ക് ചെയ്യാം. ഏകദേശം അങ്ങനെ നല്ല രീതിയിലൊരു തേപ്പ് കിട്ടി. ഓർഡർ പകുതി വരെ റെസ്റ്റോറൻറ്റിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന പകുതി വരെ ഇപ്പോൾ ഓർഡർ ക്യാൻസലായി. ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. ഒരു പോലും കിട്ടത്തില്ല. നമ്മൾ ഇത്രയും ഫസ്റ്റ് മെയിൽ അവിടെ നിന്ന് ഏകദേശം ഞാൻ ഒരു 1 കിലോമീറ്ററോളം ഓടി വന്നു. ഒരു കാര്യമില്ല, ക്യാൻസൽഡ്, 0. ഒരു പോലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഇതേപോലെ ചെറിയ നമുക്ക് നഷ്ടം വരുന്ന പരിപാടികളും ഇതിനകത്തുണ്ട്.
അങ്ങനെ ഞാൻ പിന്നെ ഒരു മരത്തിൻ്റെ തണൽ കണ്ടപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോൺ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇതേപോലെ വെയിലില്ലാത്ത ഭാഗത്ത് വരണം കേട്ടോ. കാരണം വെയിലുള്ളതാണ് തന്നെ വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും ഫോണിൻ്റെ. അത് കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. അന്നേരം ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒരു രൂപ പോലും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല. ഇതിപ്പം എന്തോ കസ്റ്റമർ ഓർഡർ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റ് അല്ല, ഒരു വീടാണ് കേട്ടോ. വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഫുഡ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ സ്വിഗ്ഗിയിൽ ആഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഓർഡർ അടിക്കുമ്പോൾ എന്തായാലും നിങ്ങളെ ഓർഡറും കൂടെ കാണിക്കാം കേട്ടോ. നമുക്ക് നേരെ അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമുക്ക് നേരത്തെ ഓർഡർ ക്യാൻസൽ ആയില്ലായിരുന്നു. ക്യാൻസൽ ആയി കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ഓർഡർ അസൈൻ ആയിട്ടുണ്ട് കേട്ടോ. അസൈൻ ആയതെന്ന് പറഞ്ഞാൽ താവൻ എവനി മന്തി എന്നാണ്. ഇവിടെ കൊട്ടാരക്കരയിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മന്തി സ്പോട്ടാണ് കേട്ടോ ഈ താവൻ എവനി മന്തി. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അടൂര് റൂട്ട് പോകുമ്പോൾ മുട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ. അതായത് കൊട്ടാരക്കര ട്രാഫിക്കിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററിനകത്ത് കണ്ടേ ഉള്ളൂ. ഇതാണ് താവൻ എവനി മന്തി എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമുക്ക് താവൻ എവനി മന്തി എത്തിയിട്ടുണ്ട്. അവിടെ ഫുഡ് റെഡി കൊടുത്ത് വെച്ചേക്കണം കേട്ടോ. അതിൽ നമുക്ക് ഫുഡ് റെഡി എടുത്ത് ഇറ്റ്സ് ടൈം ഫോർ എ സെൽഫി. അതായത് നമ്മൾ യൂണിഫോം ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൽഫി ചോദിക്കുന്നത്. അന്നേരം നമുക്ക് സെൽഫി എടുത്ത് അയക്കാം. എന്നിട്ട് പോയി ഓർഡർ എടുക്കാം. നോക്കാം. ചിക്കൻ മന്തി കോട്ടർ, അതാണ് ഓർഡർ. ചിക്കൻ മന്തി കോട്ടർ എടുത്തു. പിന്നെ ഒരു ചിക്കൻ മന്തി കോട്ടർ. വെയിറ്റിംഗ് ആണല്ലോ. അവിടെ ഉണ്ടോ? അവിടെ നവീൻ മേടിച്ചു കൊടുക്കാമോ? ആ പെപ്സി 3 ഓർഡർ. മൂന്നാമത്തെ ഓർഡർ. ആദ്യത്തെ രണ്ടാമത്തെ ഓർഡറിൻ്റെ ക്യാൻസലായിപ്പോയി. പേയ്മെൻറ്റ് ഇതിവിടെ അടുത്തും കണ്ട ലൊക്കേഷൻ നോക്കിയില്ല. അങ്ങനെ നമ്മൾ ഓർഡർ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. നവീൻ കൗസ്തുഭം എന്നാണ് പുള്ളിയുടെ പേര്. എക്സ്ട്രാ ഒരു പെപ്സിയും കൂടെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ എടുത്ത് പോവുകയാണ്. ഇവിടെ ഏകദേശം ഇവിടെ അടുത്തായിട്ടും കണ്ടാണ് ഓർഡർ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ മാപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിലാണ്. അതെല്ലാം നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് ചെന്ന് നോക്കാം. അന്നേരം ഈ മന്തി സ്പോട്ട് ആരും മിസ് ചെയ്യാതെ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൊട്ടാരക്കര ഉള്ളവർക്കെല്ലാം ഈ മന്തി സ്പോട്ട് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. കാരണം ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്ന, അതായത് കൊട്ടാരക്കര വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് മന്തി കിട്ടുന്ന സ്പോട്ടാണ് ഈ താപൻ എന്ന് പറയുന്നത് കേട്ടോ. അന്നേരം പുതുതായിട്ട് ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഈ മന്തി സ്പോട്ടിൽ കാണുവാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് എന്തായാലും കയറി. മന്തി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മന്തിക്കും കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് നേരെ കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം. എന്നിട്ട് ഈ ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് പറഞ്ഞത്. റൈറ്റ് എന്നാണ് തോന്നുന്നു പറഞ്ഞത്. നോക്കട്ടെ. അതെ, കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കസ്റ്റമറെ വിളിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ലൊക്കേഷൻ തെറ്റാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു പട്ടി നോക്കി പോകുന്നുണ്ട്. കടിക്കുമോ? കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കസ്റ്റമർ രണ്ടും കൂടെ എന്തോ പരിപാടി. കസ്റ്റമറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ്. കസ്റ്റമർ കോൾ എടുക്കുന്നില്ല ഗൈസ്. ഇതേപോലെ ചില പണികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ലൊക്കേഷനിലെത്തിയാലും ഫോൺ എടുക്കത്തില്ല. ലാൻഡ്മാർക്ക് KP സ്കൂളിൽ നിന്നാണ് വെച്ചേക്കുന്നത്. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അതാണ്
KP സ്കൂൾ എന്നാണ് വെച്ചിരുന്നത്. KP അല്ല KP സ്കൂൾ. കസ്റ്റമർ കോളും അറ്റൻഡ് ചെയ്യുന്നില്ല. കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് നോട്ട് റീച്ചബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആണ്. അതിട്ട് ടിക്കറ്റ് റേസ് ചെയ്ത് കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പം ഒന്നും കൂടെ വിളിക്കാനാണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കോൾ കട്ട് ചെയ്ത് നോട്ട് റീച്ചബിൾ ഇട്ട് വിളിക്കാം. അല്ലാണ്ട് കാര്യമില്ല. നോട്ട് റീച്ചബിൾ ഇടുമ്പോൾ ഇതുപോലെ സ്വിഗ്ഗി കസ്റ്റമറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ വിളിക്കാം കേട്ടോ. ഈ കോളാണ് വന്നത്. എന്തായാലും നമുക്ക് നോക്കാം. തണലത്തോട്ട് മാറിക്കാം. ഗൈസ്, അപ്പം അങ്ങനെ നല്ലൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാവിലെ തന്നെ ഓർഡർ ക്യാൻസലായി. ഓർഡർ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. 4 കിലോമീറ്ററിന് 17 രൂപയ്ക്കാണ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഓർഡർ നമ്മൾ കൊണ്ട് ചെന്ന് കസ്റ്റമറിന് കൊടുക്കണം. റിട്ടേൺ ടാസ്ക് കൺഫേം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പം ഓർഡർ എടുത്ത താപാനിൽ നിന്നാണ്. താപാനിൽ തന്നെ റിട്ടേൺ കൊണ്ട് കൊടുക്കണം. എന്തായാലും ഓർഡർ നമുക്ക് വള്ളിയായിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്ക് നമ്മുടെ 40 രൂപ നഷ്ടമായിട്ടുണ്ട്. കാരണം കസ്റ്റമറിന് പറഞ്ഞിട്ട് വേണ്ടിയിട്ട് നമ്മൾ പെപ്സിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ദിവസമാണ്. വളരെ മികച്ച ഒരു ദിവസമായതുകൊണ്ട് ഒട്ടും ഏണിങ്സ് നഷ്ടമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് സ്വിഗ്ഗിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഇതേപോലുള്ള നല്ല രീതിക്കുള്ള തേപ്പും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഓർഡർ റിട്ടേൺ കൊണ്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഓർഡർ അടിക്കുന്നവരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അന്നേരം റിട്ടേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം റെസ്റ്റോറൻറ്റിൽ കുറച്ച് പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കാനുണ്ട്. അന്നേരം പേയ്മെൻറ്റ് കൂടെ കൊടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡറും തബാനിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ ഓർഡർ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഇതും ചിക്കൻ മന്തിക്ക് ഓർഡറാണ്. പിന്നെ ഓർഡർ തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. എന്തായാലും അതും കൂടെ നോക്കാം. എന്നാൽ ചിക്കൻ മന്തിക്ക് ഓർഡർ. വെയിറ്റിംഗ് ആണ്. ചിക്കൻ മന്തിക്ക് ഓർഡർ. റെഡിയും കൂടെ കൊടുത്തു. റെഡി കൊടുത്താൽ റെഡി. അങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെസ്റ്റോറൻറ്റ് മുന്നിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടും. ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ടത് പനവേലിയിലാണ് കേട്ടോ. പനവേലി കനാൽ റോഡ്. അന്നേരം ഈ ഓർഡർ കൂടെ കൊടുത്തിട്ട് ഏകദേശം ഇപ്പം 1:47 പിന്നെ നമ്മളെ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വരത്തുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരം കാണും മാത്രമേ നമ്മൾ വരത്തുള്ളൂ. അന്നേരം വീഡിയോ ഏകദേശം നമുക്കിന്ന് കിട്ടിയതിനകത്ത് കസ്റ്റമറിനെ ഒന്ന് കാണിക്കാഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതലും എനിക്ക് കിട്ടിയ ഓർഡറുകളിൽ കൂടുതലൊന്നുമല്ല, എനിക്ക് ആകെ 4 ഓർഡർ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പീക്ക് ടൈമിൽ 12 മണിക്ക് ലോഗിൻ ചെയ്തത്. അന്നേരം നമുക്ക് 4 ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരെണ്ണം പോസ്റ്റായിട്ട് അവിടെ നിന്നു. അങ്ങനെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റമറെ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയതിനകത്ത് 4 ഓർഡറും അത് 4 പേരും ഗേൾസ് ആയിരുന്നു കേട്ടോ. അന്നേരം ഗേൾസ് ഓർഡർ ആയിരുന്നു നമുക്ക് 4 കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കസ്റ്റമറിനെ കാണിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കസ്റ്റമറിനെ ഗേൾസിനെ അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടാൽ അത് ഒരു പ്രശ്നമാകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഗേൾസ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ കസ്റ്റമറിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അന്നേരം നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കൊട്ടാരക്കരയിലാണെങ്കിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതായത് നമ്മളിപ്പം കസ്റ്റമർ നമ്മൾ ഭയങ്കര നല്ല ബിഹേവിയറും കാര്യങ്ങളാണ്. ഇതുവരെ മോശപ്പെട്ട ബിഹേവിയേഴ്സും അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. എന്നാലും
കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ നമ്മുടെ ഷോളിൽ അങ്ങനെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അന്നേരം സ്വിഗ്ഗിയിൽ ഞാനിപ്പം നിങ്ങളെ കാണിച്ച അതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ അവസ്ഥയാണിത്. അതായത് വെയിൽ കൊള്ളണം, നമ്മളെല്ലാ ക്ലൈമറ്റിലും നമ്മൾ സർവൈവ് ചെയ്യണം. അന്നേരമേ നമ്മുടെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം നല്ല കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നേരം നമ്മൾ ഡെലിവറി ബോയ്സ് ഇപ്പം സ്വിഗ്ഗി പോലെ തന്നെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും, ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. പയ്യന്മാർ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ് പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് വേറെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അത് നമ്മുടെ കേരളമല്ലേ, ജോലി കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം നമ്മുടെ സ്വന്തം പോക്കറ്റ് മണിക്കും കാര്യങ്ങളൊക്കെ വേറെ ആരുടെയും മുന്നിൽ അപേക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് തന്നെ വർക്ക് ചെയ്യണമല്ലോ. അന്നേരം ഈ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ഡെലിവറി പ്ലാറ്റ്ഫോമുകളുള്ള പയ്യന്മാരെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ചൊടിപ്പുണ്ട് കേട്ടോ. അത് നമ്മുടെ കേരളത്തിലുള്ള ഒരു ശീലമാണ്. അന്നേരം അവരെ കണ്ടിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ നല്ല അന്തസ്സായിട്ട് കിടിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവരുടെ അടുത്ത് അവരിലെ തീരെ വിദ്യാഭ്യാസമില്ലാത്ത പയ്യന്മാരൊക്കെ കൂട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകണ്ട കേട്ടോ. കാരണം അവർ എല്ലാം നല്ല എഡ്യൂക്കേറ്റഡാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പയ്യന്മാരൊക്കെ തന്നെ കേട്ടോ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം ചെറിയൊരു എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഇത് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്നേരം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടം വരെയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ചെയ്യാൻ, ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും പറ്റാറില്ല. എന്താണ് വീഡിയോ ഇടാനായിട്ട് വൈകുന്നതൊക്കെ കേട്ടോ. അന്നേരം നമുക്ക് നേരെ എന്തായാലും ഈ ഓർഡറൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ഞാൻ ഇപ്പോൾ മൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. കാരണം ഇതൊക്കെ ഉള്ളൂ വീഡിയോ. പിന്നെ ഈ വെയിലാണ്, വെയിലത്ത് ഇനി കൂടുതലായിട്ട് റോഡും കാര്യങ്ങളൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ സ്വിഗ്ഗിയുടെ വീഡിയോ. അന്നേരം ഇതിൻ്റെ നൈറ്റ് ഡെലിവറി ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. കാരണം നൈറ്റാണ് ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്ന സ്ഥലം. അതായത് ലൊക്കേഷനൊക്കെ തെറ്റി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ട അവസ്ഥയാണ്. അന്നത്തെ ദിവസമേ പോകാണ്. അന്നേരം രാവിലെ ആകുമ്പോൾ പ്രശ്നമില്ല, അത്യാവശ്യം ആളും പേരും കൊണ്ട്. രാത്രി ഓരോ ഹവേലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായതാണ്. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അന്നേരം പുതിയൊരു ട്രാവൽ വ്ലോഗോട്ടും പുതിയൊരു വീഡിയോ ആയിട്ടും അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും signing off from this channel, Rev Limit. Bye.